കർത്താവിന്റെ നല്ല വചനം നമ്മൾ ചിന്തയ്ക്കെടുക്കുമ്പോൾ റോമരുടെ ലേഖനം 8-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 28-ാം വാക്യം നമ്മളോട് പറയുന്നു, ദൈവമെല്ലാം സകലതും നമുക്ക് നന്മയ്ക്കാക്കിയേ തീർത്ത് തരത്തുള്ളൂ. ഹല്ലേലൂയ. ഒന്നും നമുക്ക് എതിരായി വിരോധമായി സംഭവിക്കത്തില്ല. പിശാച് ഒരുക്കിയ കെണി പോലും നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ലൈഫിനകത്ത് എന്തെങ്കിലും തിന്മയായിട്ട് കാണുന്നുണ്ടെങ്കിലും അതുപോലും ദൈവത്തിന് കുറച്ച് നാൾ കഴിയുമ്പം ഏറ്റവും നല്ലതാക്കി തീർക്കാൻ അറിയാം. ഹല്ലേലൂയ. ഇറ്റ് ക്യാൻ ബിക്കം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ഇൻ അവർ ലൈഫ്സ്. ഹല്ലേലൂയ. ഏറ്റവും നല്ലതാക്കി തീർക്കാൻ എൻ്റെ യേശുവിന് അറിയാം. ദൈവമെല്ലാം തൻ്റെ സമയത്ത് സകലതും നല്ലതാക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. എന്നോടൊപ്പം പറഞ്ഞേ, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലെല്ലാം നല്ലതാക്കി തീർക്കും. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിലെല്ലാം ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കും. ഹല്ലേലൂയ. സ്തോത്രം. സകലതും എല്ലാ കാര്യങ്ങളും അതിൻ്റെ സമയത്ത് നമ്മൾ ചിലപ്പം ഓർക്കും, എന്താ ചിലതൊക്കെ ഒരുപാട് സമയമെടുക്കുന്നേ, എന്താ ചിലതൊക്കെ വൈകുന്നേ എന്നൊക്കെ ഓർത്താലും ഞാൻ പറയട്ടെ, ആ വൈകുന്ന കാര്യങ്ങളും സമയമെടുക്കുന്നതും എല്ലാം അതാത് സമയത്തില് അതെല്ലാം ഒടുവിൽ നമ്മൾ നോക്കുമ്പം അതെല്ലാം നന്മയ്ക്കായിട്ട് മാത്രമാ സംഭവിച്ചത്. ഹല്ലേലൂയ. അതെല്ലാം കൂടെ ചേർന്ന് അത് നന്മയ്ക്കാക്കി തന്നെ എൻ്റെ കർത്താവ് തീർത്തു തരും. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തപ്പം പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളില് വാക്കുകൾ തരും. ഹല്ലേലൂയ. സ്റ്റേറ്റ്മെന്റ്സ് തരും, നമ്മളോട് പറഞ്ഞു തരും എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മളെല്ലാത്തിലും തികഞ്ഞവരും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊക്കെ നമ്മളുടെ ലൈഫിനകത്തൊരു കാര്യം നടക്കണമെങ്കിൽ ഇങ്ങനെയാ ഇത് നടക്കണ്ടേന്നൊന്നും ഒരു ഉറപ്പുമില്ല നമുക്ക്. പക്ഷെ നമ്മൾ ദൈവിക പരിജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളൊരു വിഷയത്തിന്റെ മേൽ പ്രാർത്ഥിക്കുമ്പോൾ ഗോഡ്ലി വിസ്ഡം ആ വിഷയത്തിന്റെ മേൽ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പരിജ്ഞാനത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അത് ഭംഗിയാക്കി തീർക്കാൻ വേണ്ടിയും അതിനൊരു പൂർണ്ണത ലഭിക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എത്ര നാള് മുമ്പേ നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങും അല്ലെ. ഒരു വിവാഹത്തിന് വേണ്ടി, എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നതിന് മുമ്പ് നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പേ നമ്മൾ അതിന് പ്രാർത്ഥിച്ചു തുടങ്ങും. എന്താ അതിന് നമ്മൾ ഫൗണ്ടേഷൻ ഇടുക. ആ ഫൗണ്ടേഷൻ ഇടുന്ന പ്രാർത്ഥിക്കുന്ന എന്താന്ന് വെച്ചാൽ നമുക്കറിയില്ല അത് എങ്ങനെയാവുമെന്ന്. പക്ഷെ കർത്താവിന്റെ രാജ്യത്തില് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിനകത്ത് ദൈവത്തിന്റെ ഹിതം ഏറ്റവും ഭംഗിയായിട്ട് വെളിപ്പെടാൻ, അല്ലെങ്കിൽ ആ ദൈവാലോചന ഏറ്റവും നല്ലതായിട്ട് വെളിപ്പെടാൻ വേണ്ടി നമ്മളത് മുൻകൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഏറ്റവും നല്ലതാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കടന്നു പോകുന്നതിനകത്ത് കർത്താവ് ഇതെങ്ങനെ നടക്കും അല്ലെങ്കിൽ ഇതെങ്ങനെ പൂർത്തിയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിക്കുന്നത് കാണും. ചിലപ്പോൾ ഒരു വീട് പണിയായിരിക്കാം, ഒരു ദേശത്തേക്ക് പോകുന്നതായിരിക്കാം, ഒരു പഠിത്തമായിരിക്കാം, ഒരു വിവാഹമായിരിക്കാം, എന്തായിക്കോട്ടെ. ഹല്ലേലൂയ. ചിലപ്പോൾ നമുക്ക് അതിനുള്ള പണം കാണത്തില്ല, അതിനുള്ള റിസോഴ്സസ് കാണത്തില്ലായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ അകത്ത് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ട ഒന്നും നമ്മുടെ ചുറ്റുപാടും കാണത്തില്ലായിരിക്കും. ഒരു ആഗ്രഹമേ കാണത്തുള്ളായിരിക്കും, പക്ഷെ ആ കാര്യം നടത്തിയെടുക്കാനായിട്ടുള്ള ചുറ്റുപാടൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ നമ്മൾ അതിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് എല്ലാ നന്മയും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ദൈവിക പരിജ്ഞാനം അതിനകത്ത് വെളിപ്പെടുത്തി തരും. ദൈവിക ഹിതം നമുക്ക് വെളിപ്പെടുത്തി തരും. ആ ദൈവിക ഹിതപ്രകാരം നമുക്ക് പ്രാർത്ഥിക്കാനും മുന്നോട്ട് നീങ്ങുവാനും സാധിക്കും. ഹല്ലേലൂയ. ഞാൻ തീർച്ചയായിട്ടും പറയട്ടെ, പല കാര്യങ്ങളുടെ മേല് ഒരു ദിവസമോ ഒരു നിമിഷമോ പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല നമ്മൾ വലിയൊരു തീരുമാനമായി എടുക്കുന്നെങ്കിൽ അതിന്റെ അടിസ്ഥാനം വലുതാ. ഹല്ലേലൂയ. അപ്പം അതിന്റെ ഫൗണ്ടേഷൻ വലുതാണെങ്കിൽ അതിന് വേണ്ട പ്രാർത്ഥനയും വലുതാ. ഹല്ലേലൂയ. പല ദിവസങ്ങളായിട്ട് പല നാളുകളായിട്ട് പ്രാർത്ഥിച്ച് വരുന്ന കാര്യങ്ങളുടെ പൂർണ്ണതയായിരിക്കും നമ്മൾ കുറെ നാൾ കഴിയുമ്പം
കാണുന്നത്. ഹല്ലേലൂയ. നിസ്സാരമായിട്ട് നമ്മൾ പലതും എടുക്കും അല്ലെ. പക്ഷെ നമ്മള് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടപ്പോൾ നമ്മൾ കുറെ ഉപവസിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, അങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട. പക്ഷെ നമ്മൾ കർത്താവിനോട് ആ വിഷയം പറയുക. ചിലത് താമസം എടുക്കും, ചിലത് വൈകും. പക്ഷെ അപ്പായോട് പറയും, അപ്പാ എനിക്ക് ഇങ്ങനെയാ എൻ്റെ ഹൃദയത്തിനകത്തെ ആഗ്രഹം, അത് നടത്തി തരണേ കർത്താവേ, അത് അങ്ങയുടെ ഹിതം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. നമ്മൾ ചിലപ്പം ചില വിഷയങ്ങളുടെ മേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ദൈവാത്മാവ് നമ്മളോട് ഇടപെട്ടിട്ട് ഇങ്ങനെയല്ല, ഇങ്ങനെയും കൂടെ വേണം പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കണം അത് നടക്കാൻ എന്നൊക്കെ പറഞ്ഞു തരുന്നത് അല്ലേ. ചില തിന്മകളെ മാറ്റിവിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ചിലതിന്റെ മേൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വീട് പണിയായിരിക്കും, ഒരു വിവാഹമായിരിക്കും. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അതിനെ വഴി തിരിച്ചു വിടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ഓർക്കും, ഇതെന്താ കർത്താവ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എന്തിനാ ഇത് ഇങ്ങനെ നടന്നത്, ഞാൻ ഇങ്ങനെയല്ലല്ലോ പ്രാർത്ഥിച്ചത്, പക്ഷെ ഇങ്ങനെ സംഭവിച്ചല്ലോ. പക്ഷെ കർത്താവിനറിയാം. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവിക പരിജ്ഞാനത്തിൽ നിന്നാ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത്, ദൈവത്തിന്റെ പദ്ധതികൾ നമുക്ക് വെളിപ്പെടുത്തി തരും. അപ്പം ചിലതൊക്കെ വൈകിയെങ്കിൽ, അല്ലെങ്കിൽ ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചതിന് വിരോധമായി, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചതിന്റെ അപ്പുറമായി സംഭവിച്ചെങ്കിൽ അവിടെ സമാധാനിക്കണം. കർത്താവ് എല്ലാം നന്മയ്ക്കാക്കിയേ തീർക്കത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിനാണ് ആദ്യം മാത്രമല്ല അറിയുന്നത്, അന്ത്യവും അറിയുന്ന കർത്താവ്. ഹല്ലേലൂയ. ഒരു കാര്യം എങ്ങനെ ആയിത്തീരും, അല്ലെങ്കിൽ അതെങ്ങനെ പൂർത്തീകരിക്കും എന്ന് എൻ്റെ യേശുവിന് അറിയാം. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഒരു വിഷയത്തിന്റെ മേൽ നമ്മൾ നിരന്തരം കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് അതിനകത്തെ തിന്മകളെ എടുത്തു മാറ്റാൻ അറിയാം. ഹല്ലേലൂയ. ദൈവത്തിന് ആ തിന്മകളെ നീക്കി മാറ്റി അതിനകത്തെ ഗുണങ്ങളെ അല്ലെങ്കിൽ നന്മയെ കൂട്ടിക്കൊണ്ടുവരാൻ എൻ്റെ യേശുവിന് അറിയാം. ഹല്ലേലൂയ. തിരുവചനം 32 വാക്യം, റോമർ 8:32 പറയുന്നു, since he did not spare even his own son but gave him up for us all, won't he also give us everything else? വായിക്കാം 32. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. നമുക്ക് വേണ്ടതൊക്കെ നമുക്ക് നൽകാതിരിക്കുമോ? കർത്താവ് നമ്മള് ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിന്റെ മേല്, ഹല്ലേലൂയ, അതിന്റെ മേലെ നമ്മൾക്ക് വേണ്ട റിസോഴ്സസ് എല്ലാം നമുക്ക് തരും. അതിനകത്തൊരു ഉത്തരം തരും. ചിലതൊക്കെ മാറിപ്പോയെന്നിരിക്കാം. ചിലപ്പം വിവാഹങ്ങൾ ആലോചിക്കുന്നത് മാറിപ്പോയെന്നിരിക്കാം. ഒരു വീട് പണിയുന്നത് അതിന്റെ പകുതി വെച്ച് അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് നേരെ തിരിയുന്നത് കാണാം. പലതും നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. അല്ലെങ്കിൽ ചില പിള്ളേർ പഠിക്കാൻ കയറിയിട്ട് ഇതല്ല എന്ന് പറഞ്ഞ് വേറെ കോഴ്സായിരുന്നു പഠിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരെണ്ണം ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്തതിനകത്തേക്ക് കാണുന്നത് സാധിക്കാം. പക്ഷെ ദൈവം എല്ലാം നന്മയ്ക്കാക്കിയേ കൂടി വ്യാപരിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അത് മാത്രമല്ല, തിരുവചനം പറയുന്നു, നമ്മൾ ദൈവത്തിനോട് ചോദിക്കുമ്പോൾ, കർത്താവിനോട് ചോദിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവ് അതിനകത്ത് സകലതും നന്മയ്ക്കാക്കി നമുക്ക് തരും. ഹല്ലേലൂയ. അതിനകത്ത് എല്ലാം നമുക്ക് തരും. നമ്മൾ യേശുവിനെ വിശ്വസിക്കുന്ന നമ്മുടെ ലൈഫിനകത്ത് യേശുവിനെ പിതാവായ ദൈവം നമുക്ക് വേണ്ടി എല്ലാത്തിനും പരിഹാരം, സകല പാപത്തിനും സകല ആത്മീയ യുദ്ധത്തിനും പരിഹാരമായി, പൂർണ്ണ പരിഹാരമായി യേശുവിനെ നൽകിയെങ്കിൽ, ഹല്ലേലൂയ, നമ്മൾ ചോദിക്കുന്ന നമ്മൾക്ക് വേണ്ട ശക്തിക്കോ ബലത്തിനോ നമ്മൾക്ക് വേണ്ട ഒരു പുതിയ ജീവിതത്തിനോ എന്താണെങ്കിലും കർത്താവ് തരാതിരിക്കുവോ? കർത്താവ് തരും. ഹല്ലേലൂയ. നമ്മൾ തളർന്നു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ചിലവരുടെയൊക്കെ ലൈഫിനകത്ത് കണ്ടിട്ടുണ്ട്, പിള്ളേരൊക്കെ ഒരുപാട് പൈസ ചെലവാക്കി പല രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്നു. എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടിന്റെ കാര്യം എനിക്കറിയാം. ഒരുപാട് പണം ചെലവാക്കി ആ കുട്ടി പഠിക്കാൻ കാനഡയ്ക്ക് പോയി കഴിഞ്ഞ് അവിടെ നിന്ന് ആ കുട്ടിക്ക് ആ കോഴ്സ് തീർക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അവന് പഠിക്കാൻ പറ്റുന്നതിനപ്പുറം അവന് അതിനുള്ള കഴിവുമില്ല, താല്പര്യമില്ല, വളരെ ബുദ്ധിമുട്ട്, ഭയങ്കര പ്രയാസം. ആ അപ്പനും അമ്മയും അവനെ ഒരുപാട് വഴക്ക് പറയാനോ ശാസിക്കാനോ ഒന്നും നിന്നില്ല. അവര് ദൈവത്തിൽ ആശ്രയിച്ചു. ഞങ്ങൾ പിന്നെ അറിഞ്ഞു, ഒരു 1.5 വർഷം കഴിഞ്ഞപ്പം അവൻ തിരിച്ചു വന്നു. അവൻ ഒന്നേന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അവൻ വീണ്ടും പഠിത്തം തുടങ്ങി. ഇന്ന് അവർക്ക് മനസ്സിലായി, അവര് ആ പഠിത്തം തുടങ്ങി ഒരു 6-8 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ കുട്ടിക്ക് ഇതായിരുന്നു നല്ലത് നേരത്തെ പഠിച്ചതിലും.
ഹല്ലേലൂയ. അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു അല്ലെ. അവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾ ഇതേ 10, 35, 40 ലക്ഷം രൂപ ചെലവാക്കി, ഇനി ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. പലതും അവർക്ക് പറയാമായിരുന്നു. ആ കുട്ടിയെ ഒരുപാട് അവർക്ക് ശകാരിക്കാമായിരുന്നു, ബഹളം വെക്കാമായിരുന്നു. പക്ഷെ അവന് ഇവിടെ വന്ന് അവന് ഇഷ്ടമുള്ള വേറൊരു പ്രോഗ്രാം പഠിക്കാൻ തുടങ്ങിയപ്പോഴേ അവർക്ക് മനസ്സിലായത്, അയ്യോ ഈ കുഞ്ഞിന് ആദ്യത്തേതല്ലായിരുന്നു, ഇതായിരുന്നു നല്ലതെന്ന്. അത് ദൈവം എല്ലാം നന്മയ്ക്ക് കൂടി വ്യാപരിപ്പിക്കത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഓർക്കും, ഒരുപാട് പൈസ ചെലവായല്ലോ, ഒരുപാട് നഷ്ടം വന്നല്ലോ, എന്നിട്ട് നമ്മള് മനുഷ്യരുടെ സ്വഭാവമായത് കാരണം പഴയത് പിന്നെയും എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെ. പക്ഷെ കഴിഞ്ഞു പോയതിനെ കുറിച്ച്, അതിനകത്തെ തിന്മകളെ കണ്ടുപിടിക്കാതെ അതിനകത്തുള്ള നന്മകളെ നമുക്ക് ഒന്ന് ദൈവത്തിനോടൊപ്പം ചേർന്ന് നിന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ കർത്താവിന് നമ്മുടെ ജീവിതത്തിനെ പണിയാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിനെ നല്ലതാക്കാൻ സാധിക്കും, മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. നമ്മൾ ചിലപ്പം 5 വർഷം വേസ്റ്റ് ആയി പോയി കാണും, 10 വർഷം വേസ്റ്റ് ആയി പോയി കാണും എന്ന് നമ്മൾ പറയും. പക്ഷെ കർത്താവിനോട് ചോദിക്കണം, കർത്താവെ എന്നെ അതിനകത്തുനിന്ന് എന്താണ് എന്നെ പഠിപ്പിച്ചത്? ആ കഴിഞ്ഞു പോയ കാലം, ചിലപ്പോൾ 1.5 വർഷം, ചിലപ്പം പണം നഷ്ടപ്പെട്ട് കാണും, ചിലപ്പം ജീവിതം കുറെ നഷ്ടപ്പെട്ട് കാണും, കുറെ കാര്യങ്ങൾ നമ്മൾ മനുഷ്യ തലത്തിൽ നോക്കുമ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നഷ്ടമായി പോയല്ലോ എന്ന് പറയുമായിരിക്കും. പക്ഷെ ഒരു നിമിഷം കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവെ ഇതിനകത്തുനിന്ന് ഞാൻ എന്താണ് പഠിക്കുന്നത്? ഇതിനകത്തുനിന്ന് എന്നെ എന്താണ് പഠിപ്പിച്ചെടുക്കാനായിട്ട് അങ്ങേക്ക് ഇഷ്ടം? ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് ഞാൻ നേടിയത് എന്താണ്? നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതിശയിച്ചു പോകും. ചിലപ്പോൾ നമ്മൾ ക്ഷമ പഠിച്ചു കാണും, ചിലപ്പോൾ ക്ഷമയല്ല ദീർഘക്ഷമ പഠിച്ചു കാണും. പേഷ്യൻസ്, ദൈവവചനം പറയുന്ന പേഷ്യൻസ്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലമാണ്. നമ്മൾ ചിലപ്പോൾ ആ ദീർഘക്ഷമ നമ്മൾ പഠിച്ചു കാണും. ചിലപ്പോൾ നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ പഠിച്ചു കാണും. അതിനു മുമ്പ് വരെ എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നടന്നതായിരിക്കും. പക്ഷെ നമ്മൾ ആ ഒരു സാഹചര്യം, ആ കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് കർത്താവിൽ ആശ്രയിക്കാനായിട്ട് നമ്മൾ പഠിച്ചു കാണും. ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യത്തിന് ഗുണമുള്ളവരാക്കി തീർക്കുവാനായിട്ട് നമ്മളെ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഒന്നും തിന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കത്തില്ല. കർത്താവിന്റെ വചനം 31-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ദൈവം എനിക്ക് അനുകൂലം, നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമായി ആർക്ക് നിൽക്കാൻ സാധിക്കും? ഒരു സാഹചര്യത്തിനും നമുക്ക് പ്രതികൂലമായി നിൽക്കാൻ സാധിക്കത്തില്ല. നമ്മൾ ഇന്ന് നോക്കുമ്പം ചിലതൊന്നും നല്ലതായിരിക്കത്തില്ല. പക്ഷെ കർത്താവിനോട് ചേർന്ന് നിന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം, എനിക്ക് തിന്മയായി ഒന്നും സംഭവിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകിയെങ്കിൽ, ഈ ലോകത്തിന്റെ പാപം പരിഹാരമായി തീർക്കാൻ നൽകിയെങ്കിൽ, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ പാപത്തിനെ ഊറ്റിയെടുക്കാനായിട്ട് ദൈവം തൻ്റെ ഓമനകുമാരനെ ലോകത്തിന് വേണ്ടി, ഈ പാപം പിടിച്ച ലോകത്തിന് വേണ്ടി നൽകിയെങ്കിൽ, എന്നിൽ നിന്ന് ദൈവം ഒന്നും മാറ്റിവെക്കത്തില്ല. എൻ്റെ സ്വസ്ഥത, എൻ്റെ സമാധാനം, എൻ്റെ ജീവിതത്തിന്റെ വളർച്ച, ഉയർച്ച, എൻ്റെ തലമുറയുടെ അനുഗ്രഹം, എൻ്റെ ജീവിതത്തിന്റെ ഐശ്വര്യം, ഞാൻ പോകുന്ന എൻ്റെ കൂട്ടായ്മയുടെ നന്മ, ഇതൊന്നും മാറ്റിവെക്കത്തില്ല എൻ്റെ ദൈവം. ഇതൊന്നും തരാതെ ഇരിക്കത്തില്ല ദൈവം. അങ്ങനത്തെ ഒരു ക്രൂരനായ ഒരു ദൈവമല്ല നമുക്ക് നൽകാതിരിക്കുന്നത്. നമ്മൾ പിന്നെ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാവും, ചിലതൊന്നും ദൈവം അനുവദിക്കാത്തത് അത് ദൈവത്തിന്റെ കരുണ കൊണ്ട് ചിലതൊന്നും അനുവദിക്കാത്തത്. ചിലതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമുക്ക് തന്നു പോയിട്ടുണ്ടായി, നമുക്ക് എല്ലാം നടന്നു കിട്ടിയിരുന്നെങ്കിൽ നമ്മളൊരു പക്ഷേ ഈ ഭൂമിയിൽ പോലും കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം കർത്താവിന് എത്രയധികം നമ്മൾ നന്ദി പറയണം. തൻ്റെ സ്വപുത്രനെ പോലും ആചരിക്കാതെ നമുക്കെല്ലാം നമുക്ക് തന്നെങ്കിൽ നമുക്ക് വേണ്ടതെല്ലാം കർത്താവ് തരത്തില്ലയോ? ഹല്ലേലൂയ. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പം പലപ്പോഴും പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, പലപ്പോഴും പലവരും കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഓർത്ത് പിറുപിറുക്കുന്നവരുണ്ട്, അതിനകത്തൊന്ന് കുറ്റം കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ ഇന്ന് അതിനെ നിർത്തണം. ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്ന് നിന്നിട്ട് കർത്താവിനോട് ചോദിക്കണം, കർത്താവെ എന്നെ എന്താണ് അതിനകത്തുനിന്ന് പഠിപ്പിച്ചു തന്നത്? പലപ്പോഴും പല വീടുകൾക്കകത്ത് പറയും, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടല്ലേ ഇത്രയും നഷ്ടമുണ്ടായത് എന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു നിമിഷം അവിടെ നിന്നിട്ട് കർത്താവിനോട് നന്ദി പറയണം. കർത്താവെ, ആ അനുഭവങ്ങൾക്കായി നന്ദി, ആ കടന്നു പോയതിനൊക്കെയായി സ്തോത്രം, അങ്ങനെയെല്ലാം നൽകിയതിനായി നന്ദി. ഇന്നും ജീവനോടെ ഇരിപ്പില്ലേ? ഇന്നും കർത്താവിനോട് എന്ത് പറഞ്ഞാലും നടന്നു കിട്ടുന്നില്ലേ? ഹല്ലേലൂയ. എന്തിനെങ്കിലും തടസ്സം വന്നിട്ടുണ്ടോ? ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിനോട് പറയണം, കർത്താവെ എന്നെ ഒന്ന് കാണിച്ചു തരണം, എന്നെ എന്തുവാണ് അതിനകത്തുനിന്ന് എനിക്ക് നേടിത്തന്നത്? ഹല്ലേലൂയ. അതിനെ എടുത്തിട്ട് ശത്രു
ശത്രുവിന്റെ ആയുധത്തിനെ പൊളിക്കണമെങ്കിൽ ഹല്ലേലൂയ കഴിഞ്ഞുപോയ നമ്മൾ തിന്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അല്ല നടന്നത് എന്നൊക്കെയുള്ള സാഹചര്യം എടുത്തിട്ട് ഹല്ലേലൂയ അതിനെ തിരിച്ച് നന്മയുടെ ആയുധത്തിനെ ആക്കി തീർക്കണം. ഹല്ലേലൂയ അതിനെ എടുത്തിട്ട്, അത് പിശാചിന്റെ ഉദ്ദേശം നമ്മളത് പിറുപിറുത്ത് പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞ് ജീവിതം മൊത്തം നൈരാശ്യപ്പെട്ടു പോകാൻ വേണ്ടിയാ പിശാചിന്റെ ആഗ്രഹം. പക്ഷെ നമ്മൾ അതിനെ എടുത്തിട്ട് ഹല്ലേലൂയ പിശാചിനെ തോപ്പിക്കുന്ന ആയുധമാക്കി തീർത്തിട്ട് പറയണം, കർത്താവെ ആ കടന്നുപോയ സാഹചര്യങ്ങൾക്കായി നന്ദി, നീ എന്നെ പഠിപ്പിച്ചതിനായി സ്തോത്രം. ഞാൻ അതിനകത്തുനിന്ന് ഇന്നതൊക്കെ പഠിച്ചെടുത്തു. ചിലപ്പോൾ മനുഷ്യരെ മനസ്സിലാക്കാൻ പഠിച്ചു കാണും ഹല്ലേലൂയ, അല്ലെങ്കിൽ ചിലപ്പം ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിച്ചു കാണും, പലതും പഠിച്ചു കാണും. ചിലപ്പം പണം ഇങ്ങനെ ദൂർത്തടിക്കാതെ ജീവിക്കണം എന്നൊക്കെ പഠിച്ചു കാണും. എന്തുവാണെങ്കിലും ഹല്ലേലൂയ കർത്താവിനോട് പറയണം, കർത്താവെ നന്ദി, ഞാൻ ഇന്നതൊക്കെ ഞാൻ പഠിച്ചെടുത്തു നാഥ, നന്ദി അപ്പ. ഹല്ലേലൂയ സ്തോത്രം. അങ്ങന്റെ കൂടെ അതിനകത്തൂടെ ഇരുന്നതിനാൽ സ്തോത്രം അപ്പ. ഹല്ലേലൂയ കർത്താവിനോട് നന്ദി പറയണം. പിശാച് ഒരുക്കുന്ന സകല കെണിയും അതിനകത്തുനിന്ന് തകർത്ത് മാറ്റണം. ഹല്ലേലൂയ പിശാചിന്റെ ഉദ്ദേശം അത് മാത്രമേ ഉള്ളൂ. അതാ യോബിന്റെ അടുക്കലേക്ക് ദൈവം പറഞ്ഞു, നീ പരീക്ഷിച്ച് നോക്കിക്കോ, എന്റെ ദാസനായ യോബുണ്ട്, അവൻ എത്ര കഠിനതയിൽ കൂടെ കടന്നു പോയാലും അവൻ എന്നെ തള്ളിക്കളയത്തില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്ന് പറഞ്ഞാണ് ദൈവം അനുവദിച്ചത് പിശാച് യോബിനെ പരീക്ഷിക്കാൻ. പിശാചിന് ഒറ്റ ആഗ്രഹമേ ഉള്ളായിരുന്നു, യോബ് എങ്ങനെങ്കിലും ദൈവത്തിനെ തള്ളിക്കളയണം, യോബ് എങ്ങനെങ്കിലും പറയണം ഈ ദൈവമാണല്ലോ ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുവദിച്ചത് എന്ന് പറയാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ യോബ് തള്ളിക്കളഞ്ഞില്ല. യോബ് ദൈവത്തിനെ കുറ്റം പറഞ്ഞില്ല. യോബ് പറഞ്ഞില്ല, അയ്യോ ഈ ദൈവമാണ് ഈ കഷ്ടതകളെല്ലാം അനുഭവിപ്പിച്ചത്, ഇതെല്ലാം അനുവദിച്ചത്, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞില്ല. യോബ് ഇരുന്ന് സങ്കടപ്പെട്ടില്ല, അയ്യോ മക്കളെല്ലാം പോയി, അയ്യോ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞില്ല. നമ്മൾ കാണുന്നു ഒടുവിൽ ഹല്ലേലൂയ പിശാച് ഒരുക്കിയ സകല ആയുധവും പിശാചിന് മാറ്റിവെക്കേണ്ടി വന്നു. ഹല്ലേലൂയ ഒന്നിനകത്തും പിശാചിന് ജയിക്കാൻ പറ്റിയില്ല. എന്താന്ന് വെച്ചാൽ യോബ് ഒരു നിമിഷം പോലും ദൈവത്തിന്റെ ആലോചനകളെയും കൽപ്പനകളെയും തള്ളിക്കളഞ്ഞില്ല. യോബ് പറഞ്ഞില്ല, ഞാൻ ആ ആലോചന പറഞ്ഞത് കേട്ടിട്ടാണല്ലോ ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തള്ളിക്കളഞ്ഞില്ല. പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന പല വിഷയങ്ങൾക്കകത്ത് നമ്മൾ പറയും, ആ ദൈവദാസൻ അങ്ങനെ പറഞ്ഞിട്ടാ ഞാനിത് ചെയ്തത്, ആ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്, ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് എന്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പ്രശ്നം വന്ന്. അയ്യോ ഒരിക്കലും അങ്ങനെ പറയല്ലേ. ഹല്ലേലൂയ ആലോചന പറഞ്ഞത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിനെ നമ്മൾ തള്ളിക്കളയാൻ ആരാണ്? തള്ളിപ്പറയാൻ ആരാണ്? കള്ളമാ പറഞ്ഞെന്ന് പറയാൻ ആരാണ്? ആ കേട്ട ആലോചന ശരിയാ, പക്ഷെ അതിനകത്ത് ജീവിതത്തിനകത്ത് പലതും വന്നത് ഹല്ലേലൂയ അത് ദൈവത്തിന്റെ കുറ്റമല്ല. കർത്താവിന് നമ്മളെ ചിലതൊക്കെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയാ. കർത്താവിന് നമ്മളെ ചിലപ്പം ബോൾഡ് ആക്കാൻ വേണ്ടിയായിരിക്കും, നമ്മളെ ചിലപ്പം ശക്തരാക്കാൻ വേണ്ടിയായിരിക്കും ചിലതൊക്കെ സംഭവിച്ചത്. ഹല്ലേലൂയ അവിടെ ഒരു നിമിഷം നിന്നിട്ട് കർത്താവിനോട് പറയണം, കർത്താവെ നീ എന്നെ പഠിപ്പിച്ചെടുക്കുന്നതിനായി സ്തോത്രം, നീ എന്നെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം, നിന്റെ കരം എന്റെ കൂടെ എപ്പോഴും ഉള്ളതിനാൽ സ്തോത്രം അപ്പ. ആ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് പോലും ഞാൻ അങ്ങയുടെ കരം കാണുന്നുണ്ടപ്പ. ഹല്ലേലൂയ നന്ദി യേശുവേ, നീ എന്നെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം. പിശാച് തിന്മയ്ക്കായി ഉദ്ദേശിച്ച് റോമരുടെ 8:28 ഹല്ലേലൂയ സകലതും ദൈവത്തിന് നന്മയാക്കി തീർക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ വലിയ ആലോചനയൊക്കെ കേട്ടിട്ടായിരിക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഹല്ലേലൂയ പക്ഷെ സംഭവിക്കുന്നതെല്ലാം ആലോചനയ്ക്ക് നേരെ വിപരീതമായി എല്ലാം സംഭവിക്കുന്നത്. വലിയ സ്വപ്നം കണ്ടിട്ടാ ജോസഫ് ഇറങ്ങിയത്. വലിയ നല്ല സ്വപ്നങ്ങൾ 2 ദൈവം കാണിച്ചു, അതൊക്കെ കണ്ടിട്ടാ ഇറങ്ങിയത്. പക്ഷേ ഇതേ പൊട്ടക്കിണറ്, കാരാഗ്രഹം, എല്ലാ പ്രശ്നങ്ങളും വന്നു. അവിടെ ജോസഫിന് പറയാമായിരുന്നു, ഞാൻ കണ്ട സ്വപ്നം വെറുതെ ആയിപ്പോയല്ലോ, ഞാൻ കേട്ട ദൂത് വെറുതെ ആയിപ്പോയല്ലോ, ഞാൻ കേട്ട ആലോചന എത്ര കള്ളത്തരമായിരുന്നു എന്ന് പറഞ്ഞ് പിറുപിറുത്ത് തന്റെ ജീവിതത്തിനെ നഷ്ടപ്പെടുത്തി കളയാമായിരുന്നു. തന്റെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയെ തടസ്സം ആക്കി ഡീലേ ആക്കി കളയാമായിരുന്നു. പലവരുടെയും ലൈഫിനകത്ത് ഒരു സ്പിരിറ്റ് ഓഫ് ഡീലേ വന്നിരിക്കുന്നത് കേട്ട പല വാഗ്ദത്തങ്ങളും കർത്താവ് കടത്തിവിട്ട വഴികൾക്കകത്ത് എന്താ
ദൈവമേ എന്ന് ചോദിച്ചത് കൊണ്ട് ഉള്ള തടസ്സങ്ങളാ ഹല്ലിയ. അതുകൊണ്ട് ചിലവരുടെ ലൈഫിനകത്ത് ചിലതൊക്കെ വൈകി പോകുന്നേ. പക്ഷേ ഹല്ലിയ, ജോസഫിന് ഒരു കാര്യം അറിയാമായിരുന്നു, സ്വപ്നം ഏൽപ്പിച്ചത് ദൈവമാ. അത് കാരണം പൊട്ടക്കിണർ വന്നാലും, സഹോദരന്മാരുടെ വെറുപ്പ് വന്നാലും, കാരാഗ്രഹം വന്നാലും, പൊത്തിഫറിന്റെ ഭാര്യ വന്നാലും, എന്ത് വന്നാലും വിഷയമല്ല. ഹല്ലി, ഇതിനകത്തൂടെ കൊണ്ടുപോകുന്നത് ദൈവത്തിന്റെ കരമാ. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കർത്താവിനോട് വിശ്വസ്തയോടെ നിൽക്കാനാ. ഞാൻ ആ വിശ്വസ്തത കാണിക്കും. ദൈവം തനിക്ക് വേണ്ടതെല്ലാം നൽകും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. ദീർഘകാലം എടുത്തു. എനിക്ക് തോന്നുന്നു ഒരു 17 വയസ്സുള്ള പയ്യനായിരുന്നു. പക്ഷെ 42 വയസ്സായപ്പോഴാ തന്നെ വിളിച്ച ആ സ്വപ്നത്തിനകത്തേക്ക് തനിക്ക് യഥാർത്ഥമായി കയറാൻ പറ്റിയത്. എത്ര വർഷങ്ങൾ കടന്നുപോയി അല്ലേ? പക്ഷേ ഹല്ലേലൂയ, തന്റെ വിശ്വാസം ഒരു തുള്ളി പോലും ക്ഷീണിച്ചു പോയില്ല. ഹല്ലേലൂയ, താൻ ഒരിടത്തു പോലും ദൈവത്തിനെയോ തന്നെ ദൈവം ഏൽപ്പിച്ച ആലോചനയോ കുറ്റം പറഞ്ഞില്ല, സംശയിച്ചില്ല. താൻ വിശ്വസിച്ചു. വാക്ക് പറഞ്ഞത് ദൈവമാണെങ്കിൽ, ദർശനം ഏൽപ്പിച്ചത് ദൈവമാണെങ്കിൽ, ആലോചന പറഞ്ഞത് ദൈവമാണെങ്കിൽ, അല്ല ഇത് യേശുവിന്റെ നാമത്തിലാ ഇത് കേട്ടെങ്കിൽ ഇത് സംഭവിക്കും, സംഭവിക്കും, സംഭവിക്കും. ഇന്ന് യേശുവിന്റെ നാമത്തിൽ സകല സ്പിരിറ്റ് ഓഫ് ഡീലേയും, വൈകി പോകുന്ന ആത്മാവ് ഇന്ന് നീങ്ങി മാറട്ടെ പലവരുടെ ലൈഫിനകത്തുനിന്ന്. ഇന്ന് കർത്താവിനോട് എവിടെയെങ്കിലും ഒക്കെ ഹല്ലിയ എന്താ കർത്താവ് എന്ന് ചോദിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് പറയണം, എനിക്കറിയാം യേശുവേ, ഹല്ലിയ ചിലതൊക്കെ നടന്നത് എൻ്റെ ലൈഫിനകത്ത് എന്നെ ചിലതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാ, എന്നെ ഒന്ന് ബോൾഡ് ആക്കാൻ വേണ്ടിയാ, എന്നെ ഒന്നൊരു പുതിയ സൃഷ്ടിയാക്കാൻ വേണ്ടിയാ ഞാൻ നിന്ന് തരുവാ കർത്താവേ. എനിക്കൊരു ഉറപ്പുണ്ട്, ഹല്ലിയ അങ്ങ് എനിക്ക് അനുകൂലമെങ്കിൽ എനിക്ക് പ്രതികൂലമായി ഒരു സാഹചര്യത്തിനും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങ് എനിക്ക് അനുകൂലമുണ്ടെങ്കിൽ കർത്താവേ, ഒരു പിശാചിനും എൻ്റെ എതിരെ തല പൊക്കാൻ പറ്റത്തില്ല. ഇപ്പം സാഹചര്യങ്ങളൊക്കെ അത്ര നല്ലതായിരിക്കത്തില്ല. പക്ഷേ കർത്താവേ, എനിക്കൊരു ഉറപ്പുണ്ട്, നീ അതിനെ വാക്ക് പറഞ്ഞതുപോലെ തന്നെ നല്ലതാക്കി തീർക്കും. ഹല്ലേലൂയ. നമുക്ക് കർത്താവിന്റെ കരത്തിൽ പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് അനുകൂലമാകുന്നത് കാണാൻ സാധിക്കും. വിശ്വാസം നഷ്ടപ്പെട്ടു പോകല്ലേ. ഹല്ലേലൂയ. പ്രത്യാശ കൈവിട്ടു പോകല്ലേ. ഹല്ലേലൂയ. മുറുകെ പിടിച്ച് കർത്താവിന്റെ കരത്തിൽ മുറുകെ പിടിച്ച് നിന്ന് ഉറപ്പോടെ പറയണം, ഹല്ലേലൂയ, എൻ്റെ ദൈവം സകലതും എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി തീർക്കും. ഹല്ലേലൂയ. ഒരു ആലോചനയും ഒരു ദൈവാലോചനയും തെറ്റിപ്പോകത്തില്ല. ഞാനൊരു ഉറപ്പ് പറയട്ടെ, നമ്മൾ യേശുവിലാ വിശ്വസിക്കുന്നെങ്കിൽ ആരെങ്കിലും വെറുതെ ഒന്ന് ഒരു പ്രവചനം പറഞ്ഞെങ്കിലും, വെറുതെ ഒന്നൊരു വാക്ക് പറഞ്ഞെങ്കിലും, അവർ വലിയ പ്രവാചകരല്ലെങ്കിലും ഒരു വാക്ക് പറഞ്ഞെങ്കിലും, യേശുവിന്റെ നാമത്തിൽ അത് പറഞ്ഞു, നമ്മൾ അത് വിശ്വസിച്ചെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറുക തന്നെ ചെയ്യും. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, പക്ഷെ എൻ്റെ ദൈവത്തിന്റെ വചനമോ എൻ്റെ ദൈവം പറഞ്ഞ വാക്കോ ഒരിക്കലും മാറത്തില്ല. അതിന് ജീവനുണ്ട്, അത് നിറവേറുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, പ്രാർത്ഥിക്കുന്നു. ഇന്ന് പല ആലോചനകളും കേട്ടവരാണല്ലോ ഇന്ന് ഹല്ലേലൂയ ഇന്ന് ഈ വചനം കേൾക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ലൈഫിനകത്തൊക്കെ പലയിടത്തും ആലോചനകളും നടക്കാതെ പോയത്, അല്ലെങ്കിൽ ഇതെന്താ കർത്താവ് ഇങ്ങനെയൊക്കെ നടന്നത്, ആലോചന കേട്ടിട്ടാണല്ലോ ഇറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് നടന്നത്, ആ ലൈഫിനകത്തെല്ലാം ഹല്ലേലൂയ ഇന്ന് കേൾക്കുന്ന ഓരോരുത്തരുടെയും ലൈഫിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ദൈവാലോചനകൾ നിവർത്തീകരിക്കുവാൻ അതിനകത്ത് ഡീലേ ഉണ്ടെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് ഡീലേ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അത് ഓടി മാറട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതം വെളിപ്പെട്ട് ഹല്ലേലൂയ സകലതും അനുകൂലമായി തീരുന്നത് ഈ ദിവസങ്ങളിൽ കാണാൻ ഇടയാവട്ടെ. ദൈവം തന്റെ പുത്രനെ ഈ ലോകത്ത് നൽകിയെങ്കിൽ ഇന്ന് മക്കളായ ഞങ്ങള് കർത്താവിനോട് അപ്പായോട് ചോദിക്കുന്നേ, ഒന്നും അപ്പ തരാതെ ഇരിക്കത്തില്ലപ്പ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിന് നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടത് സകലതും അങ്ങ് തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കർത്താവ് ഈ പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.